Good morning, children. Welcome back to our science class. Have you read the chapter Reproduction in Animals? Okay, very good. In the previous class, we have studied about few of the egg-laying animals like hen and butterfly. So today we are going to continue with the few more egg-laying animals like frog, fish and reptiles. Let us start with the frog. Frog is an amphibian. A-M-P-H-I-B-I-A. Animals that live both on land as well as in water are called amphibians. അതായത് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളാണ് എന്ത് amphibians. In the previous class, what do you learned? Yes, the life cycle of a butterfly. Here, also like butterfly, the life cycle of a frog also undergoes metamorphosis. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലൈഫ് സൈക്കിള് ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിൾ പഠിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? they shows metamorphosis. അതുപോലെ ഇവിടെ ഫ്രോഗിൻ്റെ ലൈഫ് സൈക്കിളിൽ എന്തുണ്ട്? മെറ്റമോർഫോസിസ് ഉണ്ട്. ഡു യു റിമെമ്പർ വാട്ട് ഈസ് മെറ്റമോർഫോസിസ്? Yes, the process of changes from a young form to an adult form is called metamorphosis. The process of changes from a young form to an adult form is called metamorphosis. Okay? Here the number of stages are there to become an adult. First, a frog lays eggs in a lake or pond. When they lay the eggs, hundreds of eggs together it lay. അപ്പോൾ ഫ്രോഗ് മുട്ടയിടുന്നത് വെള്ളത്തിലാണ്, ലേക്കിലോ പോണ്ടിലോ ഒക്കെയാണ്. That is the group of eggs together is known as spawns. So what is spawns? S-P-A-W-N. Spawns. Spawns means a group of eggs together. Then each egg hatches into a tadpole. ഓരോ മുട്ടയും വിരിഞ്ഞുണ്ടാകുന്ന ആ ലാർവയ്ക്ക് പറയുന്ന പേരാണ് tadpole. T-A-D-P-O-L-E. It will not look like the parent. അപ്പോൾ തവളയുമായിട്ട് യാതൊരു സാമ്യവും ഉണ്ടായിരിക്കത്തില്ല എന്തിന്? ഈ ടാഡ്പോളിന്. ദാറ്റ് ഈസ് ദ ടാഡ്പോൾ ലുക്സ് ലൈക്ക് എ സ്മോൾ ഫിഷ്. അത് എന്തിനെ പോലെയാണ് ഇരിക്കുന്നത്? ഒരു സ്മോൾ ഫിഷ്. ഇറ്റ് ലീവ്സ് ഇൻ വാട്ടർ ആൻഡ് ബ്രീത്ത് ത്രൂ ഗിൽസ്. അവ ശ്വസിക്കുന്നത് ഫിഷിനെ പോലെ തന്നെ ഗിൽസ് ഉപയോഗിച്ചാണ്. ആഫ്റ്റർ എ ഫ്യൂ സ്റ്റേജസ് only it look like a parent. അങ്ങനെ കുറേ സ്റ്റേജ് കഴിഞ്ഞാൽ മാത്രമേ ഈ ലാർവ വളർന്ന് പേരന്റ്, അതായത് ആ ഫ്രോഗിനെ പോലെ ആകത്തുള്ളൂ. The tadpole feeds and grows into a baby frog, which finally becomes an adult frog. When they become an adult, it lives on land. They use their lungs for breathing. അപ്പോൾ അങ്ങനെ ഈ ടാഡ്പോൾ വളർന്നു, അത് വലുതായി ഒരു ഫ്രോഗ് ആയിട്ട് മാറിക്കഴിയുമ്പോൾ ആ ഫ്രോഗിന് നമ്മൾ ആദ്യമേ പറഞ്ഞാൽ എന്താണ്? ഫ്രോഗിന് വെള്ളത്തിലും വേറെ എവിടെയാണ്? കരയിലും ജീവിക്കാൻ പറ്റും. അപ്പോൾ അത് when they become an adult, it lives on land. അത് കരയിലായിരിക്കുന്ന സമയത്ത് they use their lungs for breathing. അപ്പോൾ അത് എന്തുപയോഗിച്ചാണ് ബ്രീത്ത് ചെയ്യുന്നത്? Yes, lungs. And when they go in water, at that time they use their moist skin to breathe. അപ്പോൾ അത്
വെള്ളത്തിലായിരിക്കുന്ന സമയത്ത് അത് എന്തുപയോഗിച്ചാണ് ബ്രീത്ത് ചെയ്യുന്നത്? അവയുടെ ആ മോയിസ്റ്റ് സ്കിൻ, അതായത് ആ വഴുവഴുപ്പുള്ള ആ സ്കിൻ ഉപയോഗിച്ച്, തവള കണ്ടിട്ടുണ്ടോ? അപ്പൊ അതിന്റെ ആ സ്കിന്നിന് നല്ല വഴുവഴുപ്പാണ്. ആ മോയിസ്റ്റ് സ്കിന്ന് ഉപയോഗിച്ചാണ് അത് വെള്ളത്തിലായിരിക്കുമ്പോൾ ബ്രീത്ത് ചെയ്യുന്നത്. അപ്പം ഫ്രോഗിന്റെ 3 പ്രത്യേകതകൾ നമ്മളിപ്പോൾ പറഞ്ഞു. അത് എന്താണ്? ആദ്യം മുട്ടയിടും. ആ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവയാണ് ടാഡ്പോള്. ടാഡ്പോള് എന്താണ്? ലുക്ക് ലൈക്ക് എ സ്മോൾ ഫിഷ്. ആ സമയത്ത് അത് ഗിൽസ് ഉപയോഗിച്ചാണ് അത് ബ്രീത്ത് ചെയ്യുന്നത്. പിന്നീട് അത് പല സ്റ്റേജസ് ഒക്കെ കഴിഞ്ഞ് വളർന്ന് വലുതായി ഫ്രോഗായിട്ട് മാറും. അപ്പൊ ആ ഫ്രോഗിന് എന്താണ് പ്രത്യേകത? യെസ്, അത് ആംബീബിയൻ ആണ്. അതായത് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റും. അപ്പൊ അത് കരയിലായിരിക്കുന്ന സമയത്ത് ലങ്സ് ഉപയോഗിച്ച് ബ്രീത്ത് ചെയ്യുകയും ചെയ്യും. വെള്ളത്തിലായിരിക്കുന്ന സമയത്ത് അത് അതിന്റെ മോയിസ്റ്റ് സ്കിൻ ഉപയോഗിച്ചാണ് ബ്രീത്ത് ചെയ്യുന്നത്. ഓക്കെ. I'm a frog. I'm a frog. I have 4 legs and live in a pond. Swim in the water and stop to spawn. Lay my eggs there in the pond. I change and grow like this. It's called metamorphosis. I'm an egg. I'm an egg. I don't have gills and don't have legs. Stay in the water, grow and grow. Soon I'll hatch and be a tadpole. I change and grow like this. It's called metamorphosis. I'm a tadpole. I'm a tadpole. Gills and mouth and teeth I grow. Wiggle my tail with my tadpole friends. Soon we'll be tadpoles with legs. I change and grow like this. It's called metamorphosis. I'm a tadpole with legs, a tadpole with legs. Only 2 to move and bend. I swim and grow and do my best. I'll get 4 legs and be a froglet. I change and grow like this. It's called metamorphosis. I'm a froglet. I'm a froglet. My tail is shorter but not gone yet. My legs are growing and getting strong. I'm ready to hop and be a frog. I change and grow like this. It's called metamorphosis. I'm a frog. I'm a frog. I have 4 legs and swim in a pond. I hop and croak and lay new eggs. My frog life cycle starts over again. Ribbit, I'm a frog. Ribbit, ribbit, I'm a frog. Ribbit, I'm a frog. Ribbit, ribbit, I'm a frog. Ribbit, I'm a frog. Then the next egg-laying animal is fish. A fish lays thousands of eggs at a time in water. Baby fish hatch out of the eggs. ഒരു സമയത്ത് ഈ ഫിഷ് ആയിരക്കണക്കിന് മുട്ടകളാണ് ഇടുന്നത്. അപ്പൊ ആ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നു. ബട്ട് only a few hundred baby fish grow into adult fish because many baby fish are eaten by bigger fish. പക്ഷെങ്കിൽ ഈ ആയിരക്കണക്കിന് മുട്ടകൾ വിരിയുന്നുണ്ടെങ്കിലും വളരെ കുറച്ച്, അതായത് 100 കണക്കിന് കുഞ്ഞുങ്ങൾ മാത്രമേ വളർന്ന് വലുതാകത്തുള്ളൂ. കാരണം ആ മീനിന്റെ കുഞ്ഞുങ്ങളെ വലിയ മീനുകൾ ഭക്ഷണമാക്കുന്നു, കഴിക്കുന്നു. നിങ്ങൾ വീട്ടിൽ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ആ അമ്മ അത് വെട്ടി വൃത്തിയാക്കുമ്പോഴത്തേക്ക് ആ വലിയ മീനിന്റെ വായിലെ കൊച്ചു മീൻ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നതായിട്ട് നമുക്ക് അതാ കാണാനായിട്ട് സാധിക്കും. Then the next is reptiles. 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 Reptiles means they move on the wall or they can crawl on the ground. നിങ്ങൾ കണ്ടിട്ടുണ്ടോ റെപ്റ്റൈൽസിനെ?
നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് സാധാരണയായിട്ട്. അതായത് പല്ലിയൊക്കെ എങ്ങനെയാണ്, അത് ഭിത്തിയിൽ കൂടി മൂവ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ അതിന്റെ ഒരു റെപ്റ്റൈൽസിന്റെ ഒരു പ്രത്യേകതയാണ് അതിന് ഭിത്തിയെ കൂടെ നടക്കാനായിട്ട് സാധിക്കും. പിന്നെ ദേ ക്യാൻ ക്രോൾ ഓൺ ദി ഗ്രൗണ്ട്, അവയ്ക്ക് മണ്ണിൽ കൂടി എഴഞ്ഞെഴിഞ്ഞ് പോകാൻ സാധിക്കും. അങ്ങനെയുള്ള എന്തെങ്കിലും ജീവികളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? യെസ്, സ്നേക്സ്. ദേ ഹാവ് സ്കെയിൽസ് ഓൺ ദെയർ ബോഡി. അതിന്റെ ബോഡിയുടെ പുറത്ത് സ്കെയിൽസ്, അതായത് ശൽക്കങ്ങൾ ഉണ്ട്. They don't have proper legs. If it is there, also small only. സാധാരണയായിട്ട് ഇതിന് കാലുകളൊന്നും കാണത്തില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ചിലതിന് ചെറിയ സ്മോൾ സൈസ് ആയിരിക്കും. എക്സാമ്പിൾ ലിസാർഡ്സ്, ടർട്ടിൽസ്, സ്നേക്സ് ആൻഡ് ക്രൊക്കഡൈൽസ്. They lay eggs on the ground. The eggshell is very hard. Turtles and crocodiles lay eggs in shallow pits near the river banks. River banks. അതായത് ഈ ടർട്ടിലും ക്രൊക്കഡൈലും ഒക്കെ എവിടെയാണ് മുട്ടയിടുന്നത്? ഈ റിവറിന്റെയൊക്കെ തീരത്തുള്ള ചെറിയ ചെറിയ കുഴികളിലാണ് മുട്ടയിടുന്നത്. So that was about animals, those who lay eggs. അപ്പം നമ്മൾ ഇത്രയും നേരം നമ്മൾ മുട്ടയിടുന്ന ആനിമൽസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. Now let us study about animals that give birth to their babies. Next is animals that give birth to their babies. Okay. Animals like cow, cat, dog, elephant, giraffe, zebra, hippopotamus, etc. reproduce by giving birth to babies. The babies feed on mother's milk. Such animals are called mammals. അപ്പം കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ആ അമ്മ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്ത് വളർത്തും. അപ്പം അങ്ങനെയുള്ള ആനിമൽസിന് പറയുന്ന പേരാണ് മാമൽസ്. MMALS, mammals. So what are mammals? Animals that give birth to babies and feed them with their own milk. So animals that give birth to their babies, birth to babies and feed them with their own milk. Their own milk are called mammals. So animals that give birth to babies and feed them with their own milk are called mammals. Mammals give birth to fully developed young ones. Then whales, dolphins and seals are sea mammals. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു സാധാരണയായിട്ട് ഫിഷ് എങ്ങനെയാണെന്നാണ് പഠിച്ചത്? മുട്ടയിട്ട് അവയിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെങ്കിൽ വെള്ളത്തിൽ ജീവിക്കുകയാണെങ്കിലും
വെയിൽസും ഡോൾഫിൻസും ഒക്കെ എന്താണ്? കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ആനിമൽസ് ആണ്. Human beings are also mammals. Bats are the only flying mammal. പറക്കുന്ന മാമലാണ് എന്ത്? ബാറ്റ്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പോകാല്ലേ? യെസ്. The baby develops inside the mother's body for several weeks. When the baby is born, the mother feeds it with her own milk and looks after it. The baby develops inside the mother's body for several weeks. When the baby is born, the mother feeds it with her own milk and looks after it. Okay? So let us conclude. Today we have learned about some egg-laying animals like frog, fish and reptiles. And animals that give birth to babies and feed them with their own milk are called mammals. I am sending the notes of this lesson. So, all of you please copy the notes into your science notebook. Then you should complete the exercises given in the textbook. I will send the answers of these exercises in the next class. Please check the answers and correct it. Okay, thank you.